സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. കേൾക്കുന്ന ഉപ്പമാര് നിസ്കരിക്കുമ്പോ തലയിൽ തൊപ്പിയിടാൻ, തലയിലൊരു ടവലിട്ടാൻ, തലയൊന്ന് മറക്കാൻ ആയിരക്കണക്കിന് ഉറുപ്പികയുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന നമുക്ക്, ആയിരക്കണക്കിന് ഉറുപ്പികയുടെ വസ്ത്രം വാങ്ങിച്ചു വെക്കുന്ന, 10,000-കണക്കിന് വില വരുന്ന വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന നമുക്ക് നമ്മളെ മക്കളെ തലയിലൊരു തൊപ്പിയിട്ട് കൊടുത്ത് നിസ്കരിപ്പിക്കാൻ നമുക്ക് മനസ്സില്ലാതെ പോയാൽ, നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മളെ കയ്യിലൊരു സുന്നത്തായ തൊപ്പിയില്ലാതെ പോയാൽ, ഓ ചെറുപ്പക്കാരാ, അള്ള തന്ന പണം കൊണ്ട് അള്ളാനോട് ധിക്കാരം ചെയ്യാൻ, അള്ള തന്ന മുടിച്ചെത്തി വെച്ച് ടപ്പാച്ചിയാക്കി വെക്കുന്ന ധിക്കാരത്തിന്റെ ചിന്തയുള്ളവരായി, ഹറാമ് ചെയ്യുന്നവരായി നമ്മൾ മാറിപ്പോയാൽ, നെരിയാണിയുടെ ചുവട്ടിലിട്ട് വലിക്കുന്ന പാന്റുകളും, ഓ ചെറുപ്പക്കാരെ, നമ്മളെ സ്വഭാവമായ ഉമ്മമാരെ ഏതോ സിനിമാ നടൻ കാണിച്ചു തന്നതുപോലെ ഒട്ടിൻ്റെതായ കയറ്റിയെടുക്കുന്ന പാന്റിന്റെ സ്വഭാവമില്ലേ, എന്റെ കാലിന്റെ ചരടും ഭംഗിയും കാണിച്ചിട്ട് കണ്ണ് തെറ്റിക്കുന്ന സ്വഭാവമില്ലേ, അള്ളതന്ന നിയമത്തുകൾ ഉപയോഗിച്ച് അള്ളാനോട് ധിക്കാരം ചെയ്യുന്ന വിവരം കെട്ടവനായി പോയാൽ, ചിന്തയില്ലാത്തവനായി പോയാൽ, കേൾക്കുന്ന മുസ്ലിമേ, മരണം എന്ന് പറയുന്നത് ചോദിച്ചിട്ട് വരുന്നതല്ല. അസ്റായിലെ ഇതുവരെ ഞാൻ എന്തായാലും ഇപ്പം മരിക്കൂല എന്ന് വിചാരിച്ച് ജീവിച്ചതാണ്, ഇനി കുറച്ച് ദിവസം മരിക്കൂന്ന് വിചാരിച്ച് ജീവിക്കാൻ അനുവദിക്കൂന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉണ്ട് എന്ന് പറയുന്ന വോൾവോ കാറിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും, അപകടം കുറഞ്ഞ ഫ്ലൈറ്റിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും, അപകടം കുറഞ്ഞ ട്രെയിനിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും, മുസ്ലിമേ, കണക്കാക്കിയത് തടയാൻ കഴിയുന്ന ഒരു മനുഷ്യനുമില്ല. ഫ്ലൈറ്റിൽ റൂഹ് പിടിക്കാൻ അസ്റായീൽ വരൂല എന്ന് വിചാരിക്കരുത്. എനിക്കറിയാം, ഒരു പരിചയക്കാരനെ കുറിച്ച് ഞാൻ എന്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സ്വർഗ്ഗം പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യ പോലും, പഠിച്ചോനെ എന്റെ റൂഹ് നീ ഫ്ലൈറ്റിൽ നിന്ന് പിടിക്കണേ അല്ലാ. കോഴിക്കോട് ലാൻഡ് ചെയ്യുമ്പോഴേക്കതാ മരിച്ചുപോയി എന്നാ ഡോക്ടർമാര് വിധിയിരുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയി എന്നാ പറയുന്നത്, അല്ലെങ്കിലോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന്റെ ശേഷം മരിച്ചുപോയി എന്നാ പറയുന്നത്. ഇരിക്കട്ടെ മുസ്ലിമേ, ഫ്ലൈറ്റിലാണോ, ട്രെയിനിലാണോ, കാറിലാണോ, അല്ല നീ നന്മയിലാണോ, അല്ല തിന്മയിലാണോ, അപ്പാച്ചി പഠിച്ചു വെച്ച് ചെത്തി വെച്ച മുടിയുമായിട്ട് നീ ഖബറിലേക്ക് പോകുമോ? ചെറുപ്പക്കാരാ, നെരിയാണിക്ക് ചുവട്ടിലിട്ട് വലിച്ച പേന്റുമായിട്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ ലോകത്തെ ഏറ്റവും സേഫ്റ്റി പറയുന്ന വോൾവോക്കാർ വന്ന് പിന്നിലിടിച്ചിട്ട് നീ മരിക്കൂല എന്ന് പറയാൻ നിന്റെ കയ്യിൽ എന്ത് സമ്പത്താ മുസ്ലിമേ? ഇല്ല മുസ്ലിയാരെ, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിലാണ് ഞാൻ യാത്ര. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പലാണെന്ന് അഹങ്കരിച്ചിറങ്ങിയ കപ്പലായിരുന്നു പോലും എവിടെ ടൈറ്റാനിക് ചരിത്രമായിട്ടല്ലാതെ ഇന്ന് കാണാനില്ല. അസ്റായീലിന് ഇവിടെ എന്ത് ടൈറ്റാനിക് ഇടോ? അസ്റായീലിന് ഇവിടെ എന്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇടോ? അസ്റായീലിന് ഇവിടെ എന്ത് നേതാവിടോ? അസ്റായീലിന് ഇവിടെ എന്ത് അനുയായിടോ? അസ്റായീലിന് ഇവിടെ ഒരു മാറ്റവുമില്ല. എന്റെ ചെറുപ്പക്കാരെ, നേറ്റിരുന്നോ, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കി തരണേ അല്ലാഹ്. കേൾക്കുന്ന മുസ്ലിമേ, ഈ സദസ്സിൽ ഉപ്പാപ്പമാരില്ലേ, സദസ്സിൽ ബാപ്പമാരില്ലേ, ഈ സദസ്സിൽ ചെറുപ്പക്കാരില്ലേ? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ ഉപ്പമാരെ, ചോദിക്കട്ടെ ഉപ്പാപ്പമാരെ. ലോകം കണ്ടിരുന്ന പല ഭരണാധികാരികളും ഇവിടെ ഉണ്ടായില്ലായിരുന്നു. നിങ്ങളെ കുട്ടിക്കാലത്ത് ഇവിടെ കിടുകിടാ വിറപ്പിച്ച് ഭരിച്ച ഭരണാധികാരികളില്ലായിരുന്നു. എവിടെ അവർ? ഇന്നവര് സൈഡിലാണല്ലേ, അല്ലെങ്കിലോ ഇന്നവര് മണ്ണറയിലാണല്ലേ, അല്ലെങ്കിൽ ഇന്ന് ജയിലറയിലാണ്
അതുകൊണ്ടല്ലേ രാജ്യം ഭരിച്ച ഭരണാധികാരി നാട് വിട്ടോടിപ്പോയി നാ പത്രം പറയുന്നത്. ബംഗ്ലാദേശിലെ ഭരണാധികാരിയെ കാണുന്നില്ല, സിറിയയിലെ ഭരണാധികാരിയെ കാണുന്നില്ല, ഈജിപ്ത് ഭരിച്ചവനെ കാണുന്നില്ല, പല രാജ്യങ്ങളും ഭരിച്ചവനെ കാണുന്നില്ല. രാജാവായവൻ ഫക്കീറായി, സ്വന്തം വീടില്ലാത്തവനായി, സ്വന്തം കടപ്പറയില്ലാത്തവനായി, സ്വന്തം ഭരണമില്ലാത്തവനായി, സാധാരണക്കാരനായി ജീവിക്കുന്ന നമുക്കുള്ള വീട് പോലും ഒരു ഭരണാധികാരിക്ക് വേണ്ടാന്ന് റബ്ബ് തീരുമാനിച്ചപ്പോ മൈ ബോഡി മൈ ചോയ്സ്, മൈ കൊട്ടാരം എന്ന് പറയാൻ അധികാരമുള്ള രാജാക്കന്മാരില്ല, ആലിമീങ്ങളില്ല, നേതാക്കളില്ല, അനുയായികളില്ല. ആ ലോകത്തിന്റെ പേരാ മുസ്ലിമേ ആഴ്ന്നത് എന്ന അർത്ഥത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ദുന്യാവ് ഇന്നുണ്ടാകാം, നാളെ ഇല്ലാതിരിക്കാം. ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാ ഞാൻ പറഞ്ഞത്. പട്ടാളങ്ങളുടെ കാവലിരുന്നിട്ട് പോലും തടയാൻ കഴിഞ്ഞില്ല. എന്താ മൊയ്ലിയാരെ തടയാൻ കഴിയാതെ പോയത്? അള്ളാന്റെ തീരുമാനമാണ്. നീയല്ലടാ യഥാർത്ഥത്തിലുള്ള ഭരണാധികാരി, ശരിയായ ഭരണാധികാരി അള്ളയാണ്. മൊയ്ലിയാരെ എന്തേ പലസ്തീനിൽ അത് കാണാത്തത് മുസ്ലിയാരെ? അവിടെ വല്ലാത്ത സങ്കടപ്പാടല്ലേ? അതൊക്കെ റബ്ബിന്റെ തീരുമാനങ്ങളാ. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് മാറാനുള്ളതാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്നോ മുസ്ലിമേ? അത് ചിലപ്പോ നമ്മളാണ് കാണുന്നവർ, അല്ലെങ്കിലോ നമ്മളെ മക്കളാണ് അത് അനുഭവിക്കുന്നവർ, അല്ലെങ്കിലോ നമ്മളെ പരമ്പരകളാണ് അനുഭവിക്കുന്നവർ. സംശയിക്കേണ്ടതില്ല. സിറിയക്കാരൻ 25 കൊല്ലമായി അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങള് അള്ളാഹ് തീരുമാനിച്ച സമയം വരെ സഹിക്കാനല്ലാതെ പറ്റിയില്ല. ഒരുപാട് ജീവനങ്ങൾ പണയം വെക്കേണ്ടി വന്നു, ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കേണ്ടി വന്നു. അള്ളാന്റെ തീരുമാനമാണ്. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, എന്തിനാ മൊയ്ലിയാരെ ഒന്നും ചെയ്യാത്ത പിഞ്ചു പൈതലുകളായ കുട്ടികളോട് അള്ളാഹുവിനെ ഇങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മോനെ, പിഞ്ചു പൈതലിനെ പഠിച്ച നിന്റെ കാരുണ്യം കൊണ്ടാണോ? അല്ലല്ലോ. നിന്റെ എന്തെങ്കിലും പരിശതി, എന്തെങ്കിലും പൈസ കൊണ്ടാണോ? അല്ലല്ലോ. നിന്റെ എന്തെങ്കിലും സംഭാവന കൊണ്ടാണോ? അല്ലല്ലോ. ആണ് എന്ന ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ മുസ്ലിയാരെ പിന്നെ എന്റെതല്ലാതെ പിന്നെ നിന്റെ കുട്ടിയാണോ എന്റെ കുട്ടി? അതേ, നിനക്ക് വലിയ ഡയലോഗ് അടിക്കാൻ കഴിയും, പക്ഷെ നിന്റെതാണ് എന്ന് നീ ഉറപ്പ് പറയാനല്ലാതെ നിനക്ക് എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടാക്കിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ കഴിയോ? ഇല്ല മുസ്ലിയാരെ. അതുകൊണ്ടല്ലേ കുട്ടിയെ നോക്കിയപ്പം ഭാര്യനെ പോലെയാണ്, ചിലത് നോക്കിയപ്പം ഭർത്താവിനെ പോലെയാണ്, ചിലത് ആൺകുട്ടി വേണമെന്നാ ദ്വാരുന്നത്, കിട്ടിയത് പെൺകുട്ടിയാണ്, ചിലത് ദ്വാരുന്നത് പെൺകുട്ടി വേണമെന്നാണ്, കിട്ടിയത് ആൺകുട്ടിയാണ്, രണ്ടും ദ്വാരുന്നു, കിട്ടിയത് രണ്ടും അല്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ കാണാനില്ലേ? മനുഷ്യ, നിന്നെ ബോധ്യപ്പെടുത്തുകയാണ് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ്. നിന്റെ അധികാരത്തിലല്ല. ബാപ്പ വെളുത്തിട്ടാണ്, ഉമ്മ വെളുത്തിട്ടാണ്, മകൻ കറുത്തിട്ടാണ്, രണ്ടാളും കറുത്തിട്ട്, ഒരാള് വെളുത്തിട്ട് മറ്റേ ആള് കറുത്തിട്ട്, കുട്ടിയോ മൂന്നും അല്ലാത്തൊരു കോലത്തില് ഇങ്ങനെയൊക്കെ ആളുകളെ കാണുന്നില്ലേ? കണ്ണില്ലാത്ത ബാപ്പയ്ക്ക് ജനിച്ച മകന് വല്ലാത്ത കാഴ്ചയാണ്, കണ്ണില്ലാത്ത ഉമ്മാക്ക് ജനിച്ച കുട്ടിക്ക് വല്ലാത്ത കാഴ്ചയാണ്. അതേ, ഇതുവരെ വകതിരിവെത്താത്ത രണ്ടാളുകളെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചത് ലോകം കണ്ട ഏറ്റവും അത്ഭുതമുള്ള ബുദ്ധിയുള്ള കുട്ടിയെയാണ്. ഇതൊക്കെ എന്തിനാ റബ്ബ് വെച്ചത്? എന്നെ ബോധ്യപ്പെടുത്താനാ, നിന്നെ ബോധ്യപ്പെടുത്താനാ. മൈ ബോഡി ചോയ്സ് എന്നൊക്കെ പറയാനേ കഴിയൂ. നിനക്കിവിടെ അധികാരമില്ല, എനിക്കിവിടെ അധികാരമില്ല. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.